ഓക്കെ, ഞാൻ നിങ്ങളെ പെട്ടെന്നൊരു അന്വേഷണമൊക്കെ ബന്ധപ്പെട്ടൊരു ഗെയിമിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ എളുപ്പമാണത്. അത് ഒരേ ത്രെഡുള്ള ഞങ്ങളല്ലേ പറയുന്നത്. നിനക്കാൻ്റെ ഉത്തരം അറിയാവുന്നതുകൊണ്ട് അവർ എളുപ്പമാണ്. ഒരേ ത്രെഡുള്ള 2 സിനിമകളുടെ വൺ ലൈനേഴ്സ് ഞാൻ പറയും. ആ 2 സിനിമകൾ ഏതാണെന്ന് പറയുകയാണ് വേണ്ടത്. ഒരേ ത്രെഡല്ല, ഒരു കോമൺ എലമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്നാണ് ഗെയിമിന്റെ പേര്. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം 2 സിനിമകളുടെ വൺ ലൈനേഴ്സ് ഞാൻ അടുപ്പിച്ച് പറയും. ഇത് ട്രയലാണ്. ഒരു നാട്ടിൽ ഒരാൾ പുലിയെ പിടിക്കാൻ വരുന്നു. അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു. സ്വന്തം അച്ഛനെ കൊന്ന പുലിയെ കൊല്ലാൻ വേണ്ടി പുലിവേട്ടക്കാരനാവുന്ന നായകൻ. അല്ല, ഇത് 2 സിനിമകളാണ്. പുലിമുരുകനും മൃഗയാണ്. ഇതാണ് നമ്മുടെ ഒരു മീറ്റർ. മനസ്സിലായോ? ശിഖർ ശംഭു ഒക്കെയാണ്. ഓക്കെ, എനിക്ക് വന്ന് ശിക്കാരി ശംഭു അച്ഛനെ കൊല്ലാതല്ലേ റിവെഞ്ച് അല്ലല്ലോ. അല്ല, ഞാനത് പുലിയെ പിടിക്കാൻ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു, അത് മൃഗയാണ്. അല്ല, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ ഇതിൽ പുലിയാണ് കോമൺ ആയിട്ടുള്ള എലമെന്റ്. അതുപോലെ ഇനി വരുന്നതിലൊക്കെ ഉണ്ടാവും. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓക്കെ, ആദ്യം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. നിഴല് നോക്കി പ്രതിയെ പിടിക്കുന്ന വക്കീൽ, മെഡിക്കൽ സീറ്റിന് വേണ്ടി നായികയെ കൊല്ലുന്ന വില്ലനായ വക്കീൽ, പ്രതിയെ. സുരേഷ് ഗോപി സാറിന്റെ പടം അല്ലല്ല, മമ്മൂക്കയുടെ പടം. മറ്റേതാണോ? സുമലത, മമ്മൂട്ടി വേണം. ഏത് കാലഘട്ടത്തിലാണ്? നിഴല് നോക്കിയിട്ടാണ് വക്കീൽ. മെഡിക്കൽ സീറ്റിന് വേണ്ടി നായികയെ കൊല്ലുന്ന വില്ലനായ വക്കീൽ, അത് സുരേഷ് ചേട്ടന്റെ പടമാണ്, സുരേഷ് ഗോപിയുടെ പടമാണ്. യെസ്, ഒരു പടം ചിന്താമണി കൊലക്കേസാണ്. മെഡിക്കൽ സീറ്റിന് വേണ്ടി നിഴല് നോക്കി. അതെ, അത് ചിന്താമണി കൊലക്കേസ്. ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ, 2 ത്രെഡും ഉണ്ട്, 2 പടവും ഉണ്ട്. 2 ഒരെണ്ണം ചിന്താമണി കൊലക്കേസാണ്, മറ്റേ സിനിമ അതാണ്. നിഴല് നോക്കി പ്രതിയെ പിടിക്കുന്ന വക്കീൽ. കേസ് തെളിയിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ഈ സിനിമയുടെ പേര് ഓക്കെ. കോമൺ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അതിന്റെ 2 പേര് പറയും. മഞ്ഞക്കാറ് ക്വാറിയിൽ ഒളിപ്പിക്കുന്ന നായകൻ, KSRTC ബസ് ഭൂമിയുടെ അടിയിൽ ഒളിപ്പിക്കുന്ന നായകൻ. KSRTC ബസ് ഭൂമിക്കടിയിൽ ഒളിപ്പിക്കുന്ന നായകൻ. അഷ്കർ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. സൂപ്പർ സ്റ്റാറുകളുടെ പടമല്ല. അല്ല, സോക്കോൾ സൂപ്പർ സ്റ്റാറുകളുടെ പടമല്ല. എയർലൈൻ സൂപ്പർ സ്റ്റാറുകളുടെ പടമല്ല. ഓർഡിനറി ഒന്നുമല്ല. ജയസൂര്യയുടെ പടമാണ്. ജയസൂര്യയുടെ പടമാണ്. എനിക്ക് സാധനം കിട്ടി, മറ്റേ വലിയ ഇത് പുണ്യാളന്റെ സെക്കൻഡ് പാർട്ട്. അല്ല, സഖിയെന്ന് പറഞ്ഞ പാട്ടുള്ള പടം. വിജയ് ബാബു പ്രൊഡ്യൂസ് ചെയ്ത സാമൂഹ്യ വില്ലനായ പടം. മറ്റേ ശ്രേയ, അല്ല മറ്റേ തമിഴിലെ മറ്റേ കൊന്ത്രമ്പല്ലുള്ള അവര് മറ്റേ അയ്യോ ഈ സിനിമ കൺകളിറിന്റെ തൃശ്ശൂർ പടമല്ലേ? തൃശ്ശൂർ പൂരം. ഓക്കെ, അടുത്തത് പേരെന്താ? സ്വാതി. കൊന്ത്രമ്പല്ലി ബോഡി ഷേപ്പിംഗ്. അല്ല, കൊന്ത്രമ്പല്ലി നല്ലതാണ്. അങ്ങനെ പറഞ്ഞു. തൃശ്ശൂരുണ്ട്, അവരൊക്കെ പറയണത് കൊന്ത്രമ്പല്ലി. അത് കളിയാക്കി പറയലല്ല, നല്ല ഫീച്ചറാണ്. നല്ല ഫീച്ചറാണ്. നല്ല ഫീച്ചറാണ്. നല്ല രസം ചിരിക്കണൊക്കെ കാണാൻ. ബൈബിൾ വചനം ദേഹത്ത് വരയുന്ന വില്ലൻ, ബൈബിൾ വചനം വെച്ച് നായികയെ പ്രൊപ്പോസ് ചെയ്യുന്ന നായകൻ. ബൈബിൾ വചനം വെച്ച് നായികയെ പ്രൊപ്പോസ് ചെയ്യുന്ന നായകൻ. അല്ല, ബൈബിൾ വചനം. ഏതാ ബൈബിൾ വചനം? വചനം പറഞ്ഞാ മതിയാ. സോങ് ഓഫ് സോളമൻസ്. ഭയങ്കര ഫേമസ് ആയ ഒരു പടമാണ്, ഐക്കോണിക് സിനിമയാണ്. ഒന്ന് മെമ്മറീസ്. പാത്ത് ബ്രേക്കിംഗ് സിനിമയാണ്. അല്ലല്ല, 80s സിനിമ ഇറങ്ങുന്നത്. പക്ഷെ ആ സിനിമ എല്ലാവർക്കും അറിയാം.
പ്രത്യേകിച്ച് ഈ ഡയലോഗ് എന്തായാലും അറിയാം. ഡയലോഗ് എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ പടം പെട്ടെന്ന് കിട്ടുക. ലാലേട്ടൻ്റെ വന്ദനാണോ? ഇല്ല നല്ല മുത്തേ വന്ദനം ബൈബിൾ വെച്ചാണ് ബൈബിൾ വെച്ചുള്ള ഒരു പരിപാടി. ബൈബിളിന്റെ ഒരു വചനം വെച്ചാണ് അയാൾ പ്രപ്പോസ് ചെയ്യുന്നത് നായിക ഓൾറെഡി അങ്ങനെ ഫ്ലാറ്റഡ് ആയിരിക്കും, പക്ഷെ ഈ വചനം കൂടി ആകുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും. നമുക്ക് പാർക്കാൻ യെസ് ഓക്കെ. അടുത്തത് നമ്മുടെ കളി. അഡ്രസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് എഴുതുന്ന കത്ത് വഴി നായകന് ഒരു കാമുകിയെ കിട്ടുന്നു. കാമുകി എഴുതുന്ന കത്തുകളാണെന്ന് പറഞ്ഞ് നായകൻ കൂട്ടുകാരെ പറ്റിക്കുന്നു. ഒന്നുകൂടി പറയാം. നീ ഇതൊക്കെ അഡ്രസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് എഴുതുന്ന കത്ത് വഴി കത്ത് വഴി നായകനൊരു കാമുകിയെ കിട്ടുന്നു. അഡ്രസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് എഴുതുന്ന കത്ത്, കാമുകി എഴുതുന്ന കത്തുകളാണെന്ന് പറഞ്ഞ് നായകനെ കൂട്ടുകാർ പറ്റിക്കുന്നു. യെസ്, ആദ്യത്തെ ചതിക്കാതെ. രണ്ടാമത്തെ മറ്റേ ശ്രീനിവാസൻ കൂടിയുള്ള ഒരു സിനിമയല്ലേ, മറ്റൊരു കളിയാക്കുന്ന സിദ്ദിഖ പറ്റിയ പഴയൊരു സിനിമ. പുള്ളി മീശയൊക്കെ ഒട്ടുമാവൊക്കെ വാങ്ങിച്ചു മീശ മേടിച്ചിട്ട് അത് ഞാൻ ഒരുപാട് ഒരു സിദ്ദീഖുണ്ട്, നായകന്മാരൊക്കെ ഞങ്ങള് പറഞ്ഞു. രേഖ ചേച്ചിയാണ് ഹീറോയിൻ. രേഖ ചേച്ചി ഹീറോയിനാണ്. അല്ല ക്ഷണക്കത്തല്ല, അല്ല ക്ഷണക്കത്തല്ല, എനിക്കറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടാ പറയാ. മറ്റേ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്യും. ജഗദീശേട്ടനുണ്ട്. ഇവരെ പുള്ളിനെ പറ്റിക്കണം. പേര് പാവം പാവരാജ്. ഓക്കെ, അടുത്തത് ഇത് ഗോകുലേട്ടൻ പറയണം, അഭിനയം മതിയാക്കിയിട്ട്. ഓക്കെ, ഇത് ഭയങ്കര എളുപ്പാട്ടോ. വില്ലനെ അടിച്ചിട്ടേ ചെരുപ്പിടൂ എന്ന് തീരുമാനിക്കുന്ന നായകൻ ചെരുപ്പിന്റെ സൈസ് മാറ്റി കൊലപാതകം ചെയ്യുന്ന വില്ലൻ. ഒരെണ്ണം എളുപ്പമാണ്, ഒത്തിരി ടഫാ. ചെരുപ്പിന്റെ സൈസ് മാറ്റി കൊലപാതകം ചെയ്യുന്ന വില്ലൻ, ഒത്തിരി ടഫാ. ചെരുപ്പൊന്നുമില്ല, അവർക്ക് സുഖമായിരുന്നു. ഡയറക്ഷനാ ജീതു ജോസഫ് എന്നാ പറയും. ഫസ്റ്റ് പടം സുരേഷ് ഗോപി ചേട്ടൻ ഡബിൾ ഇതായിട്ട് ഫസ്റ്റ് പടം ഫസ്റ്റ് പടം പ്രചോദ് വില്ലനായിട്ട് ഡബിൾ ഇതായിട്ട് പേര് പറഞ്ഞ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. അങ്ങനെ ഐക്കോണിക് ഷോട്ട് വേണോ? ചെരുപ്പിന്റെ ഷോട്ട് അല്ല, ഈ ചെരുപ്പിട്ട് നടക്കുന്ന ഷോട്ടും ഭയങ്കര രസമുള്ള ഷോട്ടാണ്. നീ നേരത്തെ ആലോചിച്ച് കണ്ടുപിടിക്കണം. സിനിമയുടെ സീനൊക്കെ എന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടി പോകുന്നുണ്ട്, പക്ഷേ സിനിമയുടെ പേരറിയാം. അഷ്കറിന് പേര് അറിഞ്ഞൂടാ? എനിക്കറിയാം, ഞാൻ പറയത്തില്ല. പറയില്ല. സിറ്റി ഒന്നല്ല, കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു പേര്. കൊല്ലപ്പെട്ട പെണ്ണിന്റെ ഭർത്താവും പണ്ടത്തെ പറഞ്ഞൂടെ? ഗോകുലേട്ടൻ പറയണ്ടേ? ഗോകുലേട്ടന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എനിക്ക് മനസ്സിലായി. ചേട്ടന്റെ മെമ്മറീസിന് മുമ്പുള്ള ഫസ്റ്റ് സാധനം മമ്മിയാൻമിക്ക് മുമ്പുള്ള പടം. ഇത് നേരത്തെ പറഞ്ഞ ഞങ്ങളെ നാണം കിടത്തും. ഓർമ്മയില്ല. ഡിറ്റക്റ്റീവ് അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അവസാനത്തെ. ഭാര്യയുടെ ഡയറി വായിക്കുന്നത് വഴി നായകൻ നായികയുടെ പ്രേമം മനസ്സിലാക്കുന്നു. നായികയുടെ ഡയറി വായിച്ച് 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 നായകൻ മരിക്കുന്നു. നായികയുടെ ഡയറി വായിച്ച് 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 നായകൻ മരിക്കുന്നു. ഉള്ള സിനിമയാണോ? ഇതുവരെ ഞാൻ പറഞ്ഞ സിനിമയാണ്. നായികയുടെ ഡയറി വായിച്ച് 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 നായകൻ മരിക്കും. 2019 റീസെന്റ് ആണ്. പാട്ടൊക്കെ ഭയങ്കര ഹിറ്റാണ്. അതൊരു ലവ് സ്റ്റോറിയാണ്. ടൊവിനോ ആണ് നായകൻ. മായനദി അങ്ങനെ ഡയറി വായിക്കുന്നൊന്നുമില്ലല്ലോ. അതിനോട് നേരെ അല്ലല്ല, എടക്കാട് ബറ്റാലിയനല്ല, എടക്കാട് ബറ്റാലിയന് ശേഷം ഇറങ്ങി. അപാരതയില് നായകൻ മരിക്കുന്നവിടെ, നായകൻ ഇടിച്ചിടിച്ച് നിൽക്കുകയല്ലേ.
നായികയുടെ ഡയറി ഇങ്ങനെ വായിച്ച് വായിച്ച് ഇതറിയാൻ പാടെന്ന് പറഞ്ഞാൽ നമുക്ക് മോശമാണ്. അത് ഭയങ്കര മോശമായി. ടൊവിനോണെങ്കിൽ കൂട്ടുകാരന് വായിപ്പോ ടൊവിനോ കുറച്ച് വ്യത്യസ്തമായിട്ട് കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്തൊരു പടം. ഒരു രസമുള്ള ഒരു സിനിമയാണ്. കുറെ മഴയുണ്ട് ആ സിനിമയുടെ. ഇല്ല സുരാജില്ല. ഒരു ഫേമസ് വ്ളോഗറാണ് ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിട്ടുള്ളത്. ആരും അറിയില്ല. പേര് പറയുമ്പോ ഈ പടമായിരുന്നു. പാട്ട് ശരി എന്നാ പാട്ട് പറയാം. നീയില്ലാ നേരം ഈ പാട്ട് ഭയങ്കര ഫേമസ് ആയി പാട്ട്. ഭയങ്കര ഫേമസ് സിനിമയാണ്. എനിക്ക് പാട്ട് വരി പറയാം. നീയില്ലാ നേരം മറഡോണ ശേഷം ഇറങ്ങിയ അഹാനുള്ള പടമല്ലേടാ? പേരെന്തായിരുന്നു? ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്നേ. അതെ ആഹാനായിട്ട് ചെയ്ത വർക്ക് കളിയാതെ എന്താന്നറിയാം, നമ്മുടെ തലയിൽ കേസ് ഡയറി കിടക്കണോണ്ടേ അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ കേസ് ഡയറി ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. മറ്റു പടങ്ങളുടെ ഇതൊന്നും കിട്ടുള്ളൂ. നീ എന്ത് അന്വേഷിക്കാൻ വന്നിരിക്കുന്നത്? ഞങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങൾ അയക്കോ ചെക്ക് ചെയ്യാനോ? അത് ചെറിയ ഏതാണ്ട് ഒരു സ്ഥലം പേരാണ് എന്നെ അതിന്റെ. ഭയങ്കര ചെറിയ പേരാ. രണ്ടക്ഷരമേ ഉള്ളൂ പേര്. അതാണ് ഈ മറഡോണ ഇതൊക്കെ ആ സമയത്ത് ഇറങ്ങിയൊരു പറയുന്നില്ലേ മീല മീൽ തുടങ്ങി 4 അവസാനിക്കും. എനിക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒരു പേരാണ്. എന്ത് മലയാളം പേരാണുള്ളത്? മലയാളം പേരാണ്. പക്ഷെ അതൊരു ഒരാളുടെ പേരാണ്. സുഗുനന്റെ ക്യാരക്ടറുടെ പേരാണ്. ക്യാമറ മാഗസിൻ കളയണ്ട, നീ കട്ട് നീ ഉത്തരം മാഗസിൻ ലൂക്ക. ലൂക്ക എന്നൊക്കെ എനിക്ക് പാപ്പടെ വ്ളാഡിന്ന് മാത്രം